ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെ തിരുവനന്തപുരം പോത്തൻകോട് അരുവിക്കര കോണത്തുകാർ കണി കണ്ടുണർന്നത് മയിൽക്കൂട്ടങ്ങളെയാണ്. ഒന്നോ രണ്ടോ അല്ല, നിരവധി കൂട്ടങ്ങൾ. മൃഗശാലകളിലും വല്ലപ്പോഴും ഏതെങ്കിലും പാടവരമ്പത്തും മാത്രം കണ്ടിരുന്ന മയിലുകൾ ഇന്ന് കേരളത്തിൽ അത്ര കൗതുകമുള്ള ഒന്നല്ല. കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം തന്നെയാണ് നാട്ടിൻപുറങ്ങളിലേക്ക് കുടിയേറുന്ന മയിലുകൾ. വനനശീകരണവും കാലാവസ്ഥാ മാറ്റവും പക്ഷികളെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അടുത്ത 30 വർഷം കഴിയുമ്പോഴേക്കും മയിലുകളുടെ അംഗസംഖ്യയിൽ 50% വർധനവുണ്ടാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് പണ്ട് വല്ലപ്പോഴും കണ്ടുകൊണ്ടിരുന്നതാണ്, പക്ഷെ മയിലുകൾ ഇപ്പോൾ കൂട്ടത്തോടെ വരുന്നു. ഇപ്പോൾ പോത്തൻകോടാണെങ്കിലും 9ഓളം മയിലുകളാണ് വന്നതല്ലേ. അപ്പോൾ ഇത് കാണാനൊരു കൗതുകമാണെങ്കിലും കുറച്ചധികം ഗൗരവമുള്ള ഒരു വിഷയമാണല്ലേ. സന്ധ്യ, തീർച്ചയായും മയിൽ മാത്രമല്ല, മറ്റ് മനുഷ്യ അതേപോലെ തന്നെ വന്യജീവി സംഘർഷം അതിൻ്റെ പാരമ്യത നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വാർത്ത മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ പന്നി ആയിക്കോട്ടെ, കാട്ടുപന്നി ആയിക്കോട്ടെ, അത്തരത്തിൽ മറ്റു മൃഗങ്ങളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങൾ ഇപ്പോൾ കാടിറങ്ങി നാട്ടിലേക്ക് ചേക്കേറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിലേറ്റവും പ്രധാനം മയിലും കാട്ടുപന്നിയും ഒക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ തൊട്ടടുത്ത് വയനാട് നടന്ന സംഭവങ്ങളും ഒക്കെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ വനമിറങ്ങുന്ന മൃഗങ്ങളുടെ അംഗസംഖ്യയിൽ വലിയ മാറ്റമുണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യജീവനും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മയിലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അത് പ്രധാന ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും മയിലുകൾ മുട്ടയിടുന്നത് ഇത്തരത്തിൽ തറയിലോട് ചേർന്നാണ്, അല്ലാതെ മറ്റ് മരങ്ങളിലോ ഒന്നും ചേക്കേറിയിട്ടല്ല. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ഇരപിടിയന്മാരില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ മയിലിൻ്റെ പ്രജനനത്തിന് ആക്കം കൂട്ടുന്നുള്ളതാണ്. എന്തായാലും ഈ മയിൽ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമുണ്ട്. കൃഷിയിടങ്ങളിൽ വലിയ രീതിയിൽ തന്നെ കൃഷിനാശത്തിലേക്ക് തന്നെ മുൻപോട്ട് പോവുകയാണ് മയിലിൻ്റെ ഇത്തരത്തിൽ ചേക്കേറ്റം. അത് കൂട്ടം കൂടിയാണ് വരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോത്തൻകോട് തീർച്ചയായും കർഷകർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ മയിലുകളൊക്കെ വരുമ്പോൾ. അത് തന്നെയാണ് ഇതിൽ വലിയൊരു ആശങ്കയുള്ള ഒരു കാര്യം തന്നെയാണ്. ശരി ഗോകുൽ.